ഒരാൾ ചോദിക്കാണ്, എന്താണ് ശ്രീനാരായണ ഗുരു ജയന്തി നടത്തുന്നില്ലേ, ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നില്ലേ, മഹാത്മാഗാന്ധിയുടെ ചരമദിനവും ജന്മദിനവും കൊണ്ടാടുന്നില്ലേ, എന്തുകൊണ്ട് നബിദിനം കൊണ്ടാടിക്കൂടാ എന്നൊരു മുസ്ലിം ചോദിച്ചാൽ ഞങ്ങൾക്കതിനുള്ള മറുപടി മുഹമ്മദ് നബി കൊണ്ടാടിയിട്ടില്ല എന്നാണ് മറുപടി. നേരെ മറിച്ച് മറ്റു മതവിഭാഗങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ വിഷുവിന് പടക്കം പൊട്ടും, ഓണത്തിനും പൊട്ടാറുണ്ട്, ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും മുസ്ലിങ്ങൾ പൊട്ടിക്കാറുണ്ട്, പള്ളി പെരുന്നാളിന് പൊട്ടാറുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിച്ചോട്ടെ, മൂന്ന് മതക്കാരോടും ഈ പടക്കം പൊട്ടിക്കാൻ നിങ്ങൾ ആരാ പഠിപ്പിച്ച്? വിഷുവിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പൊട്ടണം എന്നേത് ദൈവ പഠിപ്പിച്ച്? ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു വേദഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. എന്താ കാരണം? അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഈ വെടിമരുന്ന് കണ്ടെത്തിയിട്ട് എത്ര കൊല്ലായി? 200 കൊല്ലത്തിന്റെ താഴെ. 200 കൊല്ലത്തിന്റെ താഴെ. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ പറയാണ് 8 വോള്യങ്ങളാണ്. 8 വോള്യങ്ങൾ. 5000 വർഷത്തിന്റെ പഴക്കമുള്ള ഹിന്ദുമതം, വേദഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. വെടിമരുന്ന് കണ്ടെത്തിയിട്ട് 200 കൊല്ലത്തിന്റെ അപ്പുറത്താണ്. ആദ്യം പാറ പൊട്ടിക്കാനാണ് അത് കണ്ടെത്തി. അത് പിന്നെ മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിച്ചപ്പോഴാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തി ആ വെടിമരുന്ന് കണ്ടെത്തിയ ശാസ്ത്രകാരൻ. ഒന്നുകൂടെ അറിയിക്കാം, ഈ വെടിമരുന്ന് എങ്ങനെ പിന്നെ പടക്കമായി, മാലപ്പടക്കമായി, കതിനവെടിയായി, പന്നിവെടിയായി? അവിടെയുമുണ്ട് പുരോഹിതന്മാരുടെ ഇടപെടൽ. പണക്കാരും ബിസിനസ്സുകാരും പുരോഹിതന്മാരും. കാരണം ഈ പടക്കം പൊട്ടണമെങ്കിൽ കുറച്ച് മതഭക്തരുണ്ടാകണം. അതിന് പള്ളിയിൽ അച്ഛനെ സ്വാധീനിച്ചേ പറ്റൂ, വികാരിയെ സ്വാധീനിച്ചേ പറ്റൂ, സന്യാസിയെ സ്വാധീനിച്ചേ പറ്റൂ, മതമുസ്ലിയാരെ സ്വാധീനിച്ചേ പറ്റൂ. അതിന് മതത്തിന്റെ ഭാഗമായി ഇത് പൊട്ടണം. അപ്പം മതാഘോഷങ്ങളുള്ള ദിവസം ഇത് ലക്ഷക്കണക്കിന് വിൽക്കാൻ പറ്റും. അല്ലാതെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പടച്ചോൻ പറയൂ, പരമകാരുണ്യകനായ ദൈവം 2 ലക്ഷത്തിന് പടക്കം വാങ്ങി ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത വിധം ചെവിടി പൊട്ടിക്കുന്ന വിധത്തിൽ കുട്ടികളെ തൊട്ടിൽ നിന്ന് ഉണർത്തി പൊട്ടിക്കണം എന്ന് ഒരു ദൈവം പറയൂ? നിങ്ങൾ ചിന്തിക്ക്. മാത്രമല്ല, ഹിന്ദുക്കൾ ഓരോ സീസണിൽ പൊട്ടിക്കുന്ന പടക്കമുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും പട്ടിണിയും മാറ്റാം. ഇത് ഞങ്ങൾ മുസ്ലിങ്ങളോട് പറയുന്നതാണ്, നിങ്ങളോട് മാത്രമല്ല. ഇപ്പൊ പട്ടാമ്പി നേർച്ച, കൊണ്ടോട്ടി നേർച്ച, അതിനൊക്കെ കതിനപിടി ഇങ്ങനെ പൊട്ടും. അത് പൊട്ടിയിട്ടുള്ള ഉപകാരം എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ലോകത്ത്. ഇന്ന് വരെ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എന്റെ പ്രസംഗം നിങ്ങളൊക്കെ കേൾക്കുകയാണ്. നിങ്ങളൊക്കെ നന്നാവും ശ്രദ്ധിച്ചാല്, പഠിച്ചാല്. യേശുദാസിന്റെ പാട്ട് കേട്ട് ഞാൻ അമ്മയെ തല്ലൽ നിർത്തി എന്ന് ലോകത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രയോജനമില്ലാതെ പൊട്ടുകയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഈ എനിക്ക് മനസ്സിന് ഭയങ്കരമായി ഫീൽ ചെയ്തിട്ട് ഞാൻ സർക്കാരിനെ സമീപിച്ച് സംസാരിച്ച ഒരു രംഗം, ഈ ആന ചവിട്ടി മരിച്ച രംഗവും പടക്കം പൊട്ടിയിട്ട് കുറെ കുടുംബങ്ങൾ മരിച്ച രംഗവും കണ്ട അന്ന് എന്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായിരുന്നു. അന്ന് ഞാൻ വളരെ വൈകാരികമായി പ്രസംഗിച്ചു. എല്ലാവരും എന്നെ എതിർത്തു. ആ വൈകാരികതയ്ക്ക് കാരണം ഈ വറവച്ചട്ടിയിൽ മത്തിയിട്ട് വറുത്ത പോലെ മനുഷ്യര് അങ്ങനെ കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ് തമിഴ്നാട്ടിലെ പടക്കശാലയില്. എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ ഇതുണ്ടായി? ദൈവം പഠിപ്പിച്ചിട്ടല്ല, മനുഷ്യന്റെ തെറ്റായ നയങ്ങളെ കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചോ, ഞാൻ 50,000 പടക്കം വാങ്ങുന്ന തീരുമാനിക്കുന്നതിന് പകരം 50,000 രൂപക്ക് പച്ചേരി വാങ്ങി പൊടിപ്പിച്ച് പാവപ്പെട്ടവന് പുട്ട് ചുടാൻ കൊടുക്കുന്ന തീരുമാനിച്ചു നോക്ക്. അതിന്റെ പുണ്യം അല്ലേ? മാധവസേവ മാനവസേവ എന്നല്ലേ? പടക്കസേവ ദൈവസേവ എന്നല്ലേലോ? അല്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോട് വേദം വെച്ച് വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ കഴിയില്ല. പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാ. നേരെ മറിച്ച്, മോനെ നീ എന്താടാ പടക്കം പൊട്ടിക്കാത്ത? ഒന്നുമില്ലമ്മേ, ഞങ്ങൾക്കൊരു സാരി ഇങ്ങ് വാങ്ങി എന്ന് പറഞ്ഞ അമ്മക്ക് എന്തൊരു സന്തോഷം. നേരെ മറിച്ച് അമ്മ പറയും, മോനെ കൈ നോക്കണേ, കാല് നോക്കണേ, മോനെ എന്തൊരു ബേജാറാൻ. മതം ബേജാറാ, മതം ടെൻഷനാ. കൈ പോവോ കാല് പോവോ, അതാ മതോ? ഇതെല്ലാരും ഒന്നിച്ചു ചേർന്ന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ഇതിനെതിരെ ശബ്ദിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതും